ഹായ് ഓൾ, ഇത് നമ്മൾ ബട്ടർഫ്ലൈ ഗാർഡനിൽ പോയൊരു വീഡിയോ ആണ്. ഇത് നമ്മളെ വേൾഡിൽ തന്നെ ലാർജസ്റ്റ് ബട്ടർഫ്ലൈ ഗാർഡൻ ആണ്. ദേ ആ പൂവ് കണ്ടില്ലേ, അതിൽ നിന്നാണ് ഇവർ ഫീഡ് ചെയ്യുന്നത്. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി വിസിറ്റേഴ്സ് വരുന്നതുകൊണ്ട് തന്നെ ഇവിടുത്തെ ബട്ടർഫ്ലൈസിന് ഒരു പേടിയും കാര്യങ്ങളോ ഒന്നുമില്ല. എല്ലാവരുടെ കൈകളിലും പോയിരുന്ന് അവറ്റിങ്ങളിങ്ങനെ പാറി പറന്ന് നടക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ എൻ്റെ കയ്യിൽ വന്നിരുന്നപ്പോൾ കാശിക്കൊണ്ടൊന്ന് നോക്കി, ആളിങ്ങനെ നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു. ചെറുതായിട്ട് പേടിയുള്ളത് പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ ഒരൊറ്റ കരച്ചിലായിരുന്നു. ഞാൻ കാശിക്കൊണ്ട് കുറച്ച് നേരം അവിടെ നിന്ന് കളിപ്പിച്ച് കുഞ്ഞാ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ദേ ഈ കാണുന്ന ഷേക്കുകളുടെയൊക്കെ ഫോട്ടോസ് ഇവർ ബട്ടർഫ്ലൈ വെച്ചിട്ടാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇങ്ങനെ ദേ ഈ ഇൻഡോറിനുള്ളിൽ കുറേ അധികം പൂമ്പാറ്റകളുണ്ട്. ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് നേരം ഫോട്ടോസ് എടുത്തു, വീഡിയോസ് എടുത്തു. നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ ഒത്തിരി നേരം അവിടെ ഇരിക്കാൻ തോന്നും. ഇത്രയും ഭംഗി അവരെ കാണാൻ വേണ്ടിയിട്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ സ്ഥലത്ത് പോകുന്നത്. ഇത് നമ്മുടെ ലൈഫിൽ ഒരു തവണയെങ്കിലും പോയി കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ്. അപ്പോൾ ദുബായിലുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പോയി കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും പോയി കാണണം കേട്ടോ. പിന്നെ ഇത് ഈ ഗാർഡൻ്റെ ഉള്ളിൽ കുറേ ഗൈഡുകളുണ്ട്. അവർ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ പൂമ്പാറ്റയുടെ ഓരോ ഹിസ്റ്ററിയും പറഞ്ഞു തരും. പിന്നെ ഇവിടുത്തെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു തവണ പോയി കഴിഞ്ഞാൽ പിന്നെയും നമുക്ക് പോകാൻ തോന്നും. നമ്മളവിടെ അന്ന് പോയപ്പോൾ തന്നെ ഒത്തിരി നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത്. ഒത്തിരി നേരം അവറ്റിങ്ങളെ നോക്കിയിരിക്കാൻ നല്ല രസമാണ്. കാശിക്കുട്ടിനെ അവിടെ വെച്ചിട്ട് വിശന്നപ്പോൾ നമ്മൾ പാലൊക്കെ കൊടുത്തു. പിന്നെ എനിക്കിഷ്ടപ്പെട്ട എല്ലാ പൂമ്പാറ്റകളെയും ഞാനിങ്ങനെ ഓരോന്ന് കയ്യിലെടുത്ത് ഇങ്ങനെ ഓരോ വീഡിയോസൊക്കെ എടുത്തു. കാശിക്കുട്ടിനെ ഇങ്ങനെ ദൂരെ നിന്ന് നോക്കി നിൽക്കുന്നുണ്ട്. അടുത്ത് വരുമ്പോൾ അവന് ഇച്ചിരി പേടിയുണ്ട്. പിന്നെ അവിടെ ഇൻഡോറിൽ തന്നെ കൊച്ചുങ്ങൾക്ക് കളിക്കാനുള്ള കുറേ ടൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ കുറച്ച് നേരം നമ്മൾ കാശീനെ അവിടെ ഇരുത്തിച്ച് കുറച്ച് നേരം കളിപ്പിച്ചു. കളിക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെ ആശാൻ വരുന്നേ ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മളൊരു വിധത്തിൽ പൊക്കിയെടുത്ത് കൊണ്ടുവന്നു. നമുക്ക് കുട്ടികളെയും കൊണ്ടൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ പ്ലേ സ്റ്റേഷനിലൊക്കെ കുറച്ച് നേരം ഇരുത്തിച്ച് കളിപ്പിക്കുകയൊക്കെ ചെയ്യാം. അങ്ങനെ ബട്ടർഫ്ലൈ ഗാർഡനിലെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ടാറ്റാ ബൈ.